ഈ അഗ്രഹാരത്തിലെ കഴുതയെ പോലെ ഒരു കഴുതയെ കൊല്ലാൻ ലോകം മുഴുക്കെ ഫോളോ ചെയ്ത പോലെയാണല്ലോ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അന്ന് സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ UN ഐക്യരാഷ്ട്രസഭ സൗത്ത് കൊറിയയുടെ കൂടെ ചേർന്നു. ഐക്യരാഷ്ട്രസഭ ചേർന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ അർത്ഥത്തിൽ അന്ന് അമേരിക്ക ചേർന്നു എന്നാണ്. അമേരിക്ക ചേർന്നു എന്ന് പറഞ്ഞാൽ ഈ വൻകിട രാജ്യങ്ങളൊക്കെ ചേർന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ച് നിന്ന സഖ്യകക്ഷികളൊക്കെ കൂടി സൗത്ത് കൊറിയയുടെ ചേർന്നു. ഇപ്പുറത്ത് നോർത്ത് കൊറിയയുടെ കൂടെ. അപ്പൊ പിന്നെ നോക്കി നിൽക്കുക, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, ചൈന ഉണ്ട്, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇപ്പുറത്തും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം വെച്ചാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് ലോകവും സാമ്രാജ്യത്വ ലോകവും എന്നാണ് അന്ന് പറയുക. ഇമ്പീരിയലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരായി. അന്ന് സൗത്ത് കൊറിയയുടെ പക്ഷത്ത് ചേർന്നിട്ട് ഈ കമ്മ്യൂണിസത്തിനെതിരായി നിന്ന് വലിയ പോരാട്ടം നടത്തിയ ഒരു നാടാണ്. അമേരിക്കക്ക് പൈസ കൊടുക്കാനും ആയുധം കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പോരാളികൾ അവരാണ്, കൊളംബിയക്കാരാണ്. അപ്പൊ അങ്ങനെ പോരാടിയ ചരിത്രമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.